ഒരിക്കൽ പ്രിയങ്ക ചോപ്ര പബ്ലിക്കിനോട് പറഞ്ഞ ഒരു മനോഹരമായ ഒരു കോട്ടുണ്ട്. Be sad if you see your ex with someone else. Learn to donate your old toy to poor kid. That's it. It means that നിങ്ങളെ എക്സ് ലവർ വേറൊരു പേഴ്സണുമായിട്ട് കമ്മിറ്റഡ് ആയി മൂവ് ഓൺ ആയി എന്ന് ഓർക്കുമ്പോൾ അത് കാണുമ്പോൾ കരഞ്ഞ് ജീവിക്കുന്നതോട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ നിങ്ങളെ കണ്ണീര്, നിങ്ങളെ ലൈഫ്, നിങ്ങളെ എൻറ്റയർ ലൈഫ് നിങ്ങളൊരു ഫേക്ക് പേഴ്സണിനെ 2 കൊല്ലം 3 കൊല്ലം അതേപോലെ 1 മാസമായിട്ടും ഇത്രയും കാലങ്ങൾ നിങ്ങൾ വേസ്റ്റ് ചെയ്തു. ഇനിയും നിങ്ങൾ ഈ പില്ലോ പിടിച്ച് രാത്രികളിൽ കരഞ്ഞിട്ട് അതർവൈസ് നിങ്ങളെ ഫ്രണ്ട്സിനോട് നിങ്ങളെ സ്റ്റോറീസ് പറഞ്ഞ് കരയുന്നതോട് എനിക്ക് പറയാനില്ലേ, ജസ്റ്റ് മൂവ് ഓൺ. അതായത് അവൻ അവളുമായിട്ട് പോയി അല്ലെങ്കിൽ അവൻ അവളുമായിട്ട് പോയി അതെല്ലാം കണ്ട് കരഞ്ഞ് ജീവിക്കാനാണെങ്കിൽ നിങ്ങൾ ജീവിക്കത്തേ ഇല്ലൂ. ഇങ്ങനെ ജീവിച്ചാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾക്ക് മാത്രമേ നഷ്ടങ്ങൾ ഉണ്ടാവും. സോ പോയവർ പോയി ആ രീതിയിൽ ചിന്തിച്ചിട്ട് മൂവ് ഓൺ ആയി ഹാപ്പി ആയിട്ട് അവർക്ക് റിവെഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് അവരില്ലാണ്ടും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂന്നാണ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. എനിക്ക് ചോദിക്കാനില്ല എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്, ജസ്റ്റ് മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്. നിങ്ങളെ ഒരു വിലയും കൽപ്പിക്കാത്ത വ്യക്തിനെ ഓർത്ത് കരയാൻ കുറച്ചെങ്കിലും ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് ബ്രേക്ക് ഇറ്റ്. എൻറ്റയർ ലൈഫ് സ്പോയിൽ ചെയ്ത വ്യക്തിനോട് റിവെഞ്ച് ചെയ്യുക ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ഈ ചില വ്യക്തികളുണ്ട് ഈ ചങ്ങായിമാരെല്ലാം വിളിച്ചിട്ട് ഭയങ്കര ഇങ്ങനെ ഇരുന്ന് കരയുന്നത്, ഹലോ ഓണെന്നെ ഇട്ടിട്ട് പോയി എന്നെല്ലാം മറിച്ചിരുന്ന് പോകുന്നുണ്ട് പോയി. അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി പറയും നീക്കറിയല്ല പോയില്ലേ, പോയത് പോയി, അത് സാറില്ല, നീ മൂവ് ഓൺ ആകും. അപ്പോൾ പറയും ഞാൻ മൂവ് ഓൺ ആയി അങ്ങനെ പറയും. പിന്നെ ഉണ്ടാവും ഫോണ് കട്ടാക്കി ഒരു 5 മിനിറ്റ് കഴിയുന്നതിന് മുന്നേ ഉണ്ടാവും പിന്നെ ഉണ്ടാവും എക്സ് ലവർ ഫോട്ടോസും വെച്ചിട്ട് പിന്നെ ഉണ്ടാവും ഇരുന്ന് മൂങ്ങുന്നു. നമുക്ക് അറിയാൻ ചോദിക്കുന്നില്ല മക്കളെ നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ ഇരുന്ന് കരയുന്നത്. ജസ്റ്റ് തിങ്ക്. ഒരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചാലും ലൈവായിട്ടുണ്ടായാലും അതർവൈസ് ഡെത്തായിട്ടുണ്ടായാലും അതർവൈസ് എന്ത് സംഭവിച്ചാലും എൻറ്റയർ വേൾഡിന് ഒരു കുഴപ്പമില്ല. ബിക്കോസ് 1 2 3 4 പാരൻസ് ആവട്ടെ ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ കരയായിരിക്കും. അത് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അങ്ങനെ ഉണ്ടാവുള്ളൂ. സോ ഉള്ള കാലത്ത് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നോക്കാം. എനിക്കെല്ലാം വേഴ്സ്റ്റ് എക്സ് ആയിരുന്നു. എനിക്ക് ചിന്തിക്കുമ്പോഴേ തല പെരുകും. അങ്ങനെയാണ് ഞാനും പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു. എക്സിനെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്ന് പോകും. ഇപ്പം ഞാൻ റിക്കവർ ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ എന്തിനാ ആ ടൈം ഇരുന്ന് പോകുന്നുണ്ടായിരുന്നില്ലേ. ബി ഹാപ്പി, ദാറ്റ്സ് ഇറ്റ്. ഇപ്പം ഓരോ നാൾ കഴിയുന്നതിന് നമ്മളെ നാൾ പോയില്ല. ഈ ടൈം പോകുന്നത് മാത്രമല്ല നമ്മളെ ഏജ് ആവട്ടെ, നമ്മളെ ഓരോ ദിവസങ്ങൾ പിന്നീട് ആ ദിവസങ്ങൾ തിരിച്ചു കിട്ടൂല അല്ലേ. ഈ 2025 ഇന്നത്തെ നാൾ എനിക്ക് കിട്ടൂല, ഇന്ന് കഴിഞ്ഞാൽ. സോ ഓരോ ഡേക്കും ഓരോ ടൈമിങ്ങിനും വാല്യൂ ചെയ്യുക. ആൻഡ് ബി ഹാപ്പി ഓൾവേസ്. ഡോണ്ട് തിങ്ക് യുവർ എക്സ് വാസ് XYZ all those things. Be happy.